ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. നമുക്കിപ്പം നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് ഫീലിങ്സ് എന്താണ്, അവരുടെ ചിന്തകൾ എന്താണ് എന്നുള്ളത് നോക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ടുകളയുക. നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. ഓർത്ത് വെക്കുക, ഇതൊരു കളക്റ്റീവ് ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ്. ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ എത്തുന്നു അപ്പോൾ നിങ്ങൾക്കിത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഓക്കെ, പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ റീഡിങ്ങിലേക്ക് പോവാം. നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് ഫീലിങ്സ് എന്താണ്, അവരുടെ ചിന്തകൾ എന്താണ്? വളരെ പോസിറ്റീവായിട്ട് തന്നെ തിങ്ക് ചെയ്യുക. ത്രീ ഓഫ് സോർട്സ് വന്നിട്ടുണ്ട്. ഫോർ ഓഫ് സോർട്സ് വന്നിട്ടുണ്ട്. ടെൻ ഓഫ് സോർട്സ് വന്നിട്ടുണ്ട്. ഡബിൾ കാർഡ് വന്നിട്ടുണ്ട്. സെവൻ ഓഫ് വാർഡ്സ്, നൈറ്റ് ഓഫ് പെൻഡക്കിൾ, എയ്റ്റ് ഓഫ് പെൻഡക്കിൾ, ടു ഓഫ് കപ്സ്, ദ ടവർ കാർഡ്. ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിട്ട് ദ എംപറർ ആണ്. അപ്പൊ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള സ്പ്രെഡ് ഇതൊക്കെയാണ്. ഇവിടെ ഫസ്റ്റ് തന്നെ ത്രീ ഓഫ് സോർട്സ് ആണ് വന്നിട്ടുള്ളത്. അവരുടെ ഒരു അവസ്ഥ നോക്കുകയാണെങ്കിൽ, സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഹാർട്ട് ബ്രോക്കൺ ആണ്. ഉള്ളിലെ സ്നേഹം പുറത്ത് കാണിക്കാൻ പറ്റാതെ എല്ലാം ഉള്ളിൽ തന്നെ പിടിച്ചു നിർത്തി വെച്ചിരിക്കുന്ന ഒരവസ്ഥയാണ് നിങ്ങളുടെ പേഴ്സൻ്റേത്. ഓക്കെ, ഇപ്പോൾ എലോൺ ആയിട്ടാണ് ഇരിക്കുന്നത്. അവരുടെ ഉള്ളിൽ ഒരുപാട് ഷാഡോസുകൾ നിറഞ്ഞു നിൽക്കുകയാണ്. അതായത് ഒരു ഷാഡോ ലൈഫാണ് അവരിപ്പോൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു കാര്യത്തിൽ സഡൻ ആയിട്ട് അവർക്കൊരു ചേഞ്ച് വരും. ആൻഡ് അവർ ഒരു താൻ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ തെറ്റ് ഏതാണ് ശരി ഏതാണ് എന്നൊരു ബോധത്തിലേക്ക് അവർ പോകും. ദെൻ അവരുടെ ഒരു സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഒരു ഹാർട്ട് ബ്രോക്കൺ ആയിരിക്കുന്ന ആ ഒരു എനർജി അവർ റിലീസ് ചെയ്തിട്ട് അവനവൻ്റെ കാര്യങ്ങളിലേക്കൊന്ന് എണീക്കും. ആൻഡ് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിരുന്നു നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ, അതിപ്പോൾ എൻഡ് ആയിട്ടുണ്ട്. അവരിപ്പോൾ ഒരു ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരവസ്ഥയാണ് കാണുന്നത്. ഓക്കെ, ഇത് ഞാൻ എല്ലാ കാർഡ്സും കൂടി ഓവറോൾ പറഞ്ഞതാണ്. ഇനി ഓരോ കാർഡ്സിൻ്റെ മീനിങ് നോക്കാം. ഇവിടെ ഫസ്റ്റ് വന്നത് ത്രീ ഓഫ് സോർട്സ് ആണ്. നിങ്ങളുടെ പേഴ്സണും നിങ്ങളും തമ്മിൽ ഇപ്പോൾ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിരിക്കാം. അതുകൊണ്ടായിരിക്കാം അവർ ഇത്രയും ഹാർട്ട് ബ്രോക്കണിൽ നിൽക്കുന്നത്. നിങ്ങളെ വളരെയധികം വേദനിപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം ഇത്. കാരണം നിങ്ങളെ വേദനിപ്പിച്ച് പോയ സമയത്ത് അവർക്ക് ഇത് സില്ലിയായിരുന്നു, അതായത് വെറും തമാശയായിരുന്നു. അവർക്ക് അത്ര വലിയ ഫീലിങ്സ് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല അവർക്ക്. അതായത് നിങ്ങൾ അന്ന് അനുഭവിച്ച വേദന എന്താണോ ആ ഒരു വേദനയിലൂടെ അവരിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ ഹാർട്ട് ബ്രോക്കൺ ആണ്. ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ആ തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാരണമാണ് നിങ്ങൾ തമ്മിൽ ഒരു സെപ്പറേഷൻ ഇവിടെ നടന്നിട്ടുള്ളത്. ഓക്കെ, ഫോർ ഓഫ് സോർട്സ് ആണ് ദെൻ വന്നിട്ടുള്ള കാർഡ്. നിങ്ങളുടെ അടുത്ത് ഒരുപാട് സ്നേഹം തോന്നുന്ന ഒരു സമയമാണിത്. ആ ഒരു സ്നേഹം എക്സ്പ്രസ് ചെയ്യണം നിങ്ങളടുത്ത് എന്നുള്ളൊരു വിചാരം അവർക്കുണ്ട്. അതവർ തിങ്ക് ചെയ്യുന്നുണ്ട്, പക്ഷെ അവർക്ക് അതിന് സാധിക്കുന്നില്ല. കാരണം ചിലപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കൊണ്ട് നിങ്ങളെ പൂർണ്ണമായിട്ടും വേണ്ട എന്ന് പറഞ്ഞ് ഈ പേഴ്സൺ പോയിട്ടുണ്ടാകാം. ഓക്കെ, അത്രയ്ക്കും നിങ്ങളെ അവോയ്ഡ് ചെയ്ത് നിങ്ങളെ വേണ്ട എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയിട്ടുണ്ടാകാം. അത് ഭയങ്കരമായിട്ടുള്ള ഒരു പെയിനാണ് എന്നുള്ളത് ഇപ്പോഴാണ് അവർ മനസ്സിലാക്കുന്നത്. അന്ന് അവരത് മനസ്സിലാക്കിയില്ല. കാരണം അവർക്ക് വേറെ വ്യക്തികൾ അവരുടെ ലൈഫിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു പെയിൻ എന്താണോ, അല്ലെങ്കിൽ ആ സിറ്റുവേഷൻ എങ്ങനെ നിങ്ങൾ ഫേസ് ചെയ്യുന്നു എന്നുള്ളതൊന്നും അവർ മൈൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, പിന്നെ വന്നിട്ടുള്ളത് ടെൻ ഓഫ് സോർട്സ് ആണ്. ഞാൻ പറഞ്ഞ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇപ്പോൾ എൻഡഡ് ആണ്. തേർഡ് പാർട്ടിയെ വിശ്വസിച്ച്, അല്ലെങ്കിൽ നിങ്ങളെക്കാൾ ബെറ്റർ തേർഡ് പാർട്ടി ആയിരുന്നു എന്ന് പറഞ്ഞ് തേർഡ് പാർട്ടിയുടെ കൂടെ പോയതായിരിക്കാം നിങ്ങളുടെ ഈ പേഴ്സൺ. പക്ഷേ ഇപ്പോൾ തേർഡ് പാർട്ടി വിചാരിച്ചതുപോലെ ഒരാളല്ല, അല്ലെങ്കിൽ ഇവർ വിചാരിച്ചതുപോലെ അല്ല എന്നുള്ളൊരു ബോധ്യം ഇവർക്ക് വന്നിട്ടുണ്ടാകാം. നിങ്ങൾ കൊടുത്തിട്ടുള്ള ഒരു കെയറിങ്ങോ അല്ലെങ്കിൽ സപ്പോർട്ടോ ഒന്നും തന്നെ ഈ ഒരു തേർഡ് പാർട്ടിയുടെ കയ്യിൽ നിന്നും കിട്ടിയിട്ടുണ്ടാവില്ല. എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ആലോചിച്ചായിരിക്കാം ഈ തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സൻ്റെ കൂടെ പോയിട്ടുണ്ടാക്കുക. അതിപ്പോഴാണ് നിങ്ങളുടെ പേഴ്സൺ റിയലൈസ് ചെയ്യുന്നത്. ഓക്കെ,
അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവർ ഒരു ഷാഡോ ലൈഫാണ്, ഡബിൾ കാർഡാണ്, ഷാഡോ ലൈഫാണ് അവരിപ്പോൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് അവരുടെ ഉള്ളിൽ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ വിങ്ങി നിൽക്കുന്നുണ്ട്, എടുത്ത് ഹീല് ചെയ്യാൻ പറ്റാതെ നിൽക്കുന്നുണ്ട്. മേ ബി നിങ്ങൾ അവരുടെ അടുത്ത് അവർ തിരിച്ചു വന്ന സമയത്ത് നിങ്ങൾ അവരെ അവോയ്ഡ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ നിങ്ങൾ അവരെ പൂർണ്ണമായി മാറ്റി നിർത്താൻ ശ്രമിച്ചിട്ടുണ്ടാകാം. നിങ്ങളിപ്പോൾ പൂർണ്ണമായിട്ടൊരു മൂവ് ഓൺ ചെയ്ത് നിങ്ങളുടെ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് നിങ്ങളിപ്പോൾ നിൽക്കുന്നുണ്ടാകാം. ആ സമയത്ത് ഈ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വന്നപ്പോൾ നിങ്ങൾ അവരെ അവോയ്ഡ് ചെയ്തിട്ടുണ്ടാകാം. എല്ലാം ആ തേർഡ് പാർട്ടിയിൽ നിന്നും കിട്ടിയിട്ടുള്ള ഒരു അടി, നിങ്ങളുടെ അടുത്തോട് വരുമ്പം നിങ്ങൾ തിരിച്ചു ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ അവരെ ഹാർട്ട് ബ്രോക്കണിലാക്കുകയാണ്. അവർക്കത് ഭയങ്കര ടെൻസ്ഡ് ആണ്, ഡിപ്രസ്ഡ് ആണ്, ആ ഒരു സിറ്റുവേഷനാണ് അവർ ഫേസ് ചെയ്യുന്നത്. സോ അവരുടെ ഉള്ളിൽ നിങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും അവർ ചിന്തിക്കുന്നുണ്ട്, ഇവരെങ്ങനെ ചെയ്തിട്ടാണ്, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് അങ്ങനെ ചെയ്തിട്ടാണ് നിങ്ങളിപ്പോൾ അവരുടെ അടുത്ത് ഇത്രയും റഫായിട്ട് ബിഹേവ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യുന്നത് എന്ന് ഈ പേഴ്സൺ അറിയാം. പക്ഷേ നിങ്ങൾ പറയുന്ന ചില കാര്യങ്ങൾ അവരെ വളരെയധികം ഹേർട്ട് ചെയ്യിപ്പിക്കുന്നുണ്ട്, അത് ഉള്ളിൽ ഇങ്ങനെ അവർക്ക് തങ്ങി നിൽക്കുകയാണ്. ആൻഡ് അതുപോലെ തന്നെ ഈ തേർഡ് പാർട്ടി വളരെയധികം ചീറ്റ് ചെയ്തിട്ടുണ്ടാകാം, അല്ലെങ്കിൽ എന്താ പറയുക, അവരെ പൂർണ്ണമായും തകർത്തിട്ടുണ്ടാകാം അവരുടെ ലൈഫിൽ. അപ്പം അങ്ങനത്തെ കാര്യങ്ങളെല്ലാം തന്നെ അവരുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു നിഴല് പോലെ ഒരു ബ്ലാക്ക് ആയിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. സോ അത് ഹീല് ചെയ്യാൻ പറ്റാതെ അവരിങ്ങനെ കുടുങ്ങിക്കിടക്കുന്ന ഒരു നെഗറ്റീവ് എനർജിയിലാണ് ഉള്ളത്. അതുകൊണ്ടാണ് ഫസ്റ്റ് തന്നെ ഇവിടെ ഒരു ഹാർട്ട് ബ്രോക്കൺ ഡിപ്രസ്ഡ് കാർഡ് വന്നിട്ടുള്ളത്. ഓക്കെ, ഇവിടെ 2 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. നിങ്ങൾ ഒരു മുൻജന്മ ബന്ധം ഉണ്ടായിരിക്കാം, ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ടായിരിക്കാം, നിങ്ങൾ തമ്മിൽ ഒരു റീയൂണിയൻ ഇവിടെ പോസിബിൾ ആണ്. പക്ഷേ അത് നിങ്ങളുടെ തീരുമാനം പോലെ ഇരിക്കും. അവരുടെ തീരുമാനം ഇപ്പോൾ നിങ്ങളെടുത്തോട്ടാണ്, നിങ്ങൾ അതിനെ എങ്ങനെ എടുക്കുന്നു എന്നുള്ളതാണ് ഇനി നിങ്ങളുടെ മുന്നോട്ടുള്ള റീയൂണിയനും ബാക്കിയുള്ള സ്റ്റേജുകളും. ഓക്കെ, അവർക്കിപ്പോൾ വളരെയധികം ബോധം വന്നിട്ടുള്ളൊരു സമയമാണ്. അതായത് എന്തായിരുന്നു ഏതായിരുന്നു എന്ന് അവർ ഓരോ പോയിന്റുകളും വെച്ച് ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. കാരണം അവർക്ക് ഈ ഒരു തേർഡ് പാർട്ടിയിൽ നിന്നും അത്രയ്ക്ക് നല്ല രീതിക്ക് എന്തെങ്കിലും ഒന്ന് കിട്ടിയിട്ടുണ്ടാകാം. അതാണ് അവരുടെ ജീവിതത്തിൽ അനുഭവമായി വന്നതും നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കാനുള്ള ഒരു ചാൻസ് കൊടുത്തതും ഈ ഒരു തേർഡ് പാർട്ടി കാരണമാണ്. ഓക്കെ, ടവർ കാർഡാണ്. ഇവർക്ക് പെട്ടെന്നൊരു ചേഞ്ചാണ് വന്നത്. അതായത് ഈ സിറ്റുവേഷനിൽ അവർ വളരെ ഹാപ്പി ആയിട്ട് അല്ലെങ്കിൽ തേർഡ് പാർട്ടിയോട് ഭയങ്കര ഹാപ്പി ആയിരിക്കുന്നൊക്കെ വിചാരിച്ചവർ പോയി. പക്ഷെ സഡൻലി അവരുടെ ലൈഫിൽ ഒരു ചേഞ്ച് വരികയാണ്. തേർഡ് പാർട്ടിയുടെ കയ്യിൽ നിന്നും പ്രതീക്ഷിക്കാതൊരു തിരിച്ചടി കിട്ടുകയാണ്. അങ്ങനെയൊക്കെ എന്തൊക്കെയോ കാര്യങ്ങൾ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കൊണ്ട് അവരുടെ ലൈഫിൽ നടക്കുന്നു. സഡൻ ആയിട്ട് അതിൽ അവർക്കൊരു ചേഞ്ച് വരുന്നു. നിങ്ങൾ പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ഇത്രയും നാളും വിളിക്കാതെ, നിങ്ങൾ കുറേ നാളായിട്ട് വിളിക്കാതെ ബ്ലോക്ക് ചെയ്ത് അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കായി നിൽക്കുന്ന ആളുകളായിരിക്കാം. അപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഒരു നിമിഷം കൊണ്ട് കോളോ അല്ലെങ്കിൽ മെസ്സേജോ വന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. എന്താ ഇപ്പോൾ ഇങ്ങനെ, ഇത് ചതിക്കുന്നതാണോ അല്ലെങ്കിൽ പിന്നെയും വന്നിട്ട് എന്നെ വേദനിപ്പിക്കാനോ എന്നുള്ള തോട്ട് ഉറപ്പായിട്ടും വരും. പക്ഷെ അത് അവർക്ക് ഇങ്ങനെ ഒരു കാര്യം അവരുടെ ലൈഫിൽ തേർഡ് പാർട്ടിയുടെ കയ്യിൽ നിന്നും കിട്ടിയിട്ടുള്ള അനുഭവങ്ങളാണ് അവർ നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കാനുള്ള കാരണം എന്ന് പറയുന്നത്. ഇപ്പോഴെന്തായാലും ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എൻഡ് ആയിട്ടുണ്ട്. അവർ അതിൽ നിന്നും മനസ്സിലാക്കി തേർഡ് പാർട്ടി എന്ന് പറഞ്ഞത് റോങ് ആണ് എന്നുള്ളത് അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ ഫോർഗീവ് ചെയ്യുക, അവർക്ക് മാപ്പ് കൊടുക്കുക. അതായത് മാപ്പ് കൊടുത്ത് നിങ്ങളുടെ കൂടെ കൂട്ടാനല്ല, അവർ ചെയ്ത തെറ്റുകൾക്ക് അങ്ങ് വിട്ടുകളയില്ല, ലെറ്റ് ഇറ്റ് ഗോ, വിട്ടുകളയുക, മൂവ് ഓൺ ചെയ്യുക. ബാക്കിയുള്ള തീരുമാനങ്ങൾ സിറ്റുവേഷൻ കണക്ട് ചെയ്തിട്ട് നിങ്ങൾ തന്നെ എടുക്കുക. ഓക്കെ, അപ്പോൾ ഈ റീഡിംഗ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് റെസൊണേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.